മലപ്പുറം ചമ്രവട്ടത്ത് തെരുവുനായ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട 9ാം ക്ലാസ്സുകാരി ആയിഷ മുഹ്സിനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മുഹ്സിനയ്ക്ക് രക്ഷയായി മാറിയത് ചമ്രവട്ടം സ്വദേശി സുരേഷാണ്. നായയുടെ കടിയേറ്റ സുരേഷ് ഇപ്പോൾ ജോലിക്ക് പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ്. ഊടുവഴികളിലൂടെ നടക്കുമ്പോൾ, നഗരങ്ങളിലേക്ക് എത്തുമ്പോൾ തെരുവുനായ കൂട്ടങ്ങളെ കാണാം. ഒറ്റയ്ക്കായും അല്ലാതെയും കാണാം. പക്ഷേ തെരുവുനായ ഒരു പ്രശ്നമേ അല്ല, അത് കടിച്ചാൽ വലിയ പ്രശ്നവുമാണ്. മലപ്പുറത്ത് നിന്നുള്ള ഈ CCTV ദൃശ്യമൊന്ന് കാണും. മലപ്പുറം ചമ്രവട്ടത്ത് ജനുവരി 14 രാവിലെ 8 മണിയോടെയാണ് ഈ തെരുവുനായ ആക്രമണം ഉണ്ടായത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആയിഷ മുഹ്സിന മദ്രസ കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്നു. തെരുവുനായ പിന്നാലെ കൂടിയതും കഴിയാവുന്ന വേഗത്തിൽ ആയിഷ മുഹ്സിന ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. റോഡ് മുറിച്ച് കടന്നേക്ക് ഒരു നായ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പൊന്തക്കാടിൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് ചാടിങ്ങാണ്ട് പെട്ടെന്ന് കണ്ട് നേരിക്ക് വന്നുങ്ങാണ്ട് കുറച്ചിട്ടൊന്നുമില്ല, അത് പെട്ടെന്ന് വന്നുങ്ങാണ്ട് കയ്യിലാണ്ട് കടിച്ച്. ആ സമയത്ത് ഞാൻ കൈ കണ്ട് കുടഞ്ഞ്, അപ്പോൾ അതിൻ്റെ കഴുത്ത് വെച്ചിങ്ങാണ്ട് അത് നിലത്ത് കണ്ട് വീണ്. ആ ടൈമിലാണ് എൻ്റെ കരച്ചിൽ കേട്ടിട്ട് സുരേട്ടൻ വരുന്നത്. അങ്ങോട്ട് മാറി നിന്നപ്പോൾ പെട്ടെന്ന് സുരേട്ടൻ തടുത്ത സമയത്ത് സുരേട്ടൻ്റെ മേത്തേക്ക് എടുത്ത് ആ ടൈമിൽ പേടിച്ച് ഞാൻ വണ്ടി. റോഡിന്റെ മറുഭാഗത്ത് ജോലിക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുകയായിരുന്നു ചമ്രവട്ടം സ്വദേശിയും നിർമ്മാണ തൊഴിലാളിയുമായ സുരേഷ്. കുട്ടിയുടെ കരച്ചിൽ കേട്ട് സുരേഷ് ഓടിച്ചെന്നു. കുട്ടി കരഞ്ഞ് ഇങ്ങോട്ട് വന്നിരുന്ന്, പിന്നെ കുട്ടി ഓടി വന്ന്, പിന്നെ നായ ഇങ്ങോട്ട് ഓടി വന്നു. നായ ഓടി വരുമ്പോൾ നായ കടിക്കാനായിട്ട് വരികയാണ്. നമ്മൾ എറിഞ്ഞിട്ടൊന്നും ഓടുന്നില്ല. പിന്നെ കയ്യുമ്മ കടിച്ചപ്പോൾ ഞാൻ കൈ കൂട്ടി പിടിച്ചേന്. കൈ കൂട്ടി പിടിച്ചപ്പോൾ ഞാൻ ഡ്രെയിനേജിൽ വീണപ്പോൾ നായ വീണപ്പോൾ പിന്നെ വിട്ടിലേന്. വിട്ട് കഴിഞ്ഞാൽ വിഷമിളക്കി വരണാണ് അത്. പിന്നെ ഒരാൾ വന്നിട്ട് അടിക്കുന്നത് കണ്ട് ഒരു കരിങ്കല്ല് നായൻ്റെ വായയിൽ വെച്ച്, അപ്പോൾ കൈ ഇങ്ങോട്ട് ഞാൻ എടുത്തത് എൻ്റെ ഉള്ളിൽ. സുരേഷിന് ഇനി ജോലിക്ക് പോകണമെങ്കിൽ കൈകളിലെ മുറിവുണങ്ങണം. ദിവസക്കൂലി വാങ്ങി ചിലവ് നടത്തുന്ന മനുഷ്യരെ തെരുവുനായ കടിച്ചാൽ സർക്കാർ നഷ്ടപരിഹാരമായി എന്തു നൽകും? നൽകാൻ ഉത്തരവിട്ടാൽ തന്നെ ആ കൈകളിലെത്തുമ്പോൾ എത്ര സമയമെടുക്കും? പാർപ്പിൻ്റെ പണിയാണ്. അപ്പോൾ ഇനി എങ്ങനെയാലും ഇത് ഉണങ്ങിയാൽ കയ്യേറ്റ് പണിയെടുക്കണ്ടേ? ഇപ്പോൾ ഓരോരുത്തരൊക്കെ എങ്ങനെയായിട്ട് മിക്കവാറും നായ്ക്കൾ ഒരു ഉപദ്രവകാരികളല്ല, പക്ഷെ ചില നായ്ക്കൾ മാത്രം പെട്ടെന്ന് ഓടി വന്നു. ഇത് അനുഭവം ആദ്യമാണ് ചമ്രവട്ടം ഏരിയയിൽ. കടിച്ചു കീറാൻ ആ കുട്ടിയെ തരില്ലെന്ന സുരേഷിന്റെ കരുതലുണ്ടല്ലോ, ആ കരുതലിന് മുൻപിൽ കൈകളിലെ മുറിവിന്റെയും പ്രാരാബ്ധത്തിന്റെയും വേദനകൾ സുരേഷിന് മറക്കാൻ കഴിയുമായിരിക്കും. നായല്ല ഇപ്പോൾ ഇത് കടിച്ച് കൈമല കടിച്ച് തൂങ്ങിട്ട് ഞാൻ കണ്ട, അപ്പോഴാണ് ഞാൻ അങ്ങോട്ട് ചാടിയത്. അതെ, അത് രക്ഷപ്പെടുത്താനല്ലോ, നമ്മളെ ചെറിയ കുട്ടികളല്ലേ. കൂട്ടമായി എത്തുന്ന തെരുവു നായ്ക്കളിൽ ഏതാണ് അപകടകാരിയെന്ന് മനസ്സിലാവില്ല. എല്ലാ ഊടുവഴികളിലും സുരേഷേട്ടനെ പോലെയുള്ള ദൈവത്തിൻ്റെ കൈകൾ ഉണ്ടാകണമെന്നുമില്ല. തെരുവുനായ അപകടകാരിയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ, അപകടമില്ലാതിരിക്കാൻ കുറെ കൂടെ ശാസ്ത്രീയമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ക്യാമറമാൻ അനീഷ് തോട്ടക്കാടിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.